ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി 200 കൃഷി ഗ്രാമങ്ങളെ നശിപ്പിച്ചിരിക്കുക. അതിനെ എതിർത്ത് നിന്ന ഒരേ ഒരു ഗ്രാമം തന്നൂറ്റാണ്. ഈ അനീതി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടും അത് നടന്നില്ല. 3 നേരം വിശക്കുമ്പോ ഭക്ഷണക്കാരെ ഓർക്കുന്ന നമ്മള് അത് കൃഷി ചെയ്യുന്നവരുടെ കാര്യം ഒരു നേരമെങ്കിലും ഓർത്തിട്ടുണ്ടോ? കഴിഞ്ഞ 30 വർഷങ്ങളായി 12,456 കായലുകൾ മൂടപ്പെട്ട് കഴിഞ്ഞു. 27,000-ൽ കൂടുതൽ കുളങ്ങൾ നികത്തി കഴിഞ്ഞിരിക്കുന്നു. 7 ആറുകൾ വറ്റിച്ചിരിക്കുന്നു. 1,67,512 ഏക്കർ കൃഷിഭൂമി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവര് പട്ടിണിയാറ്റാൻ ഭിക്ഷയല്ല, കൃഷി നടത്താൻ വെള്ളമാണ് ചോദിക്കുന്നത്. 20 വർഷത്തിന് മുമ്പ് കർഷകരായിരുന്നവര് ഇന്ന് സിറ്റിയിൽ അമ്പലനടയിൽ ഭിക്ഷ എടുക്കുന്നു, പാലത്തിന് ചോട്ടിൽ തുണി അലക്കുന്നു, കക്കൂസ് എഴുതുന്നു. ഇന്ത്യയിൽ ഇന്ന് ഓരോ 30 നിമിഷത്തിലും ഓരോ കർഷകൻ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5000 കോടി എങ്ങനെ 5000 കോടി കടമെടുത്ത ഒരു ബീർ ഫാക്ടറി ഓണർ എനിക്ക് ആ കാശ് തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. പക്ഷെ അവൻ ആത്മഹത്യ ചെയ്തില്ല. അവന് ലോൺ കൊടുത്ത ഓഫീസേഴ്സും ആത്മഹത്യ ചെയ്തില്ല. പക്ഷെ 5000 രൂപ കടമെടുത്ത ഒരു കർഷകൻ അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ പലിശയുടെ മേൽ പലിശ കയറി പോയിസൺ കഴിച്ച് ആത്മഹത്യ ചെയ്യാം. ഇതൊക്കെ ശ്രദ്ധിക്കാൻ സിറ്റിയിൽ കഴിയുന്ന നിങ്ങൾക്ക് നേരമില്ല. ഇത് പറയാനാ TV ചാനലുകളിൽ കയറി ഇറങ്ങിയത്. ഇവിടെ TVയിൽ ലേഹ്യം വിൽക്കാനും പാചകം ചെയ്യാനും ഡാൻസിന് മാർക്കിടാനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട്. ഒരു ഗ്രാമത്തിന്റെ തകർച്ച പറയാൻ 2 നിമിഷം തരില്ല. ഇന്ത്യയിൽ പോഷകക്കുറവ് നിമിത്തം ഒരു ദിവസം 5000 കുട്ടികളാണ് സർ മരിക്കുന്നത്. ഒരു ദിവസം. സമ്പന്നൻ ഉപയോഗിക്കുന്ന ഒരു കോണ്ടത്തിൽ സ്ട്രോബെറി ഫ്ലേവർ വേണമെങ്കിൽ ഒരു സാധാരണക്കാരന്റെ കുട്ടിക്ക് ജീവിതത്തിൽ എങ്ങനെയാണോ സ്ട്രോബെറി കഴിക്കാൻ കിട്ടുന്നത്? സാധാരണ വെള്ളമല്ലേ, അതിന് ഇത്ര പണം കിട്ടുമോ? എടോ, സാധാരണ വെള്ളം അത്രേ. 2G എന്ന് വെച്ചാൽ എന്താ? തരംഗങ്ങൾ, കാറ്റ്. വെറും കാറ്റ് മാത്രം വിറ്റ് അഴിമതി നടത്തുന്ന നാടാണോ ഇത്? സെൽഫോൺ ആഡംബരവും വെള്ളം അത്യാവശ്യവും. 3 ദിവസം വെള്ളം കിട്ടാതെ ഒരുപാട് സ്ത്രീകളും കുട്ടികളും വിഷമിച്ചിട്ടുണ്ട്. അവരോട് ഞങ്ങൾ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുക.